മാതൃഭൂമി ന്യൂസിന്റെ പ്രതിനിധികൾ അക്ഷരാർത്ഥത്തിൽ ബീഹാറിന്റെ മുക്കിലും മൂലയിലും എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് കഴിഞ്ഞ ഒരു മാസം പ്രേക്ഷകരെ അറിയിക്കായിരുന്നു. ബീഹാറിന്റെ ഗ്രാമാന്തരങ്ങളിലൂടെ അനൂപ് ദാസ് വോട്ടർ സൈക്കിൾ ഡയറി വഴി കടന്നുപോയി. ബി ബാലഗോപാൽ ബീഹാർ റിപ്പോർട്ട് ചെയ്ത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പത്രപ്രവർത്തകനാണ്. ബീഹാറിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ ബീഹാറിന്റെ ഗ്രൗണ്ട് സീറോയിൽ നിന്ന് ബാലു റിപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കൗണ്ടിംഗ് ദിനത്തിലെ ഏറ്റവും ആധികാരികമായ ആദ്യ വിവരം പ്രേക്ഷകർക്ക് മാതൃഭൂമി ന്യൂസിലൂടെ ലഭിക്കും. രണ്ടുപേരും ഇപ്പോൾ നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ബാലു, എന്തുകൊണ്ട് നിതീഷ് കുമാർ എന്ന ചോദ്യം പ്രസക്തമാണ്. അദ്ദേഹത്തെ ക്ഷീണിച്ച ഒരു യാകാശമായിട്ടാണ് കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് വരെ കണ്ടിരുന്നത്. കാരണം അദ്ദേഹത്തിന് പ്രായമായി, അദ്ദേഹത്തിന് ഒരു പിൻഗാമിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പാർട്ടി അത്ര സുഘടിതമാണ് എന്ന് പറയാൻ കഴിയില്ല. ക്ഷീണിതനായ പ്രായമാകുന്ന നിതീഷ് കുമാർ അദ്ദേഹത്തെ BJP തന്നെ റീപ്ലേസ് ചെയ്യും തുടങ്ങിയ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നിടത്ത് നിന്ന് നിതീഷ് അല്ലാതെ മറ്റൊരു നേതാവില്ല എന്ന ഇടത്തേക്ക് എങ്ങനെ എത്തി എന്ന് മാത്രമല്ല, എക്സിറ്റ് പോളുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ തവണയിൽ നിന്ന് വ്യത്യസ്തമായി NDA മുന്നണിയിൽ മികച്ച സ്ട്രൈക്ക് റേറ്റ് JDU-വിനായിരിക്കുമെന്നാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത്. എങ്ങനെ, എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു? അഭിലാഷ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പും ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ തവണ ബീഹാറിൽ NDAയുടെ വോട്ട് കട്ടറായി അല്ലെങ്കിൽ JDU-വിൻ്റെ വോട്ട് കട്ടറായി രാംവിലാസ് പാസ്വാന്റെ മകന്റെ പാർട്ടിയായി ചിരാഗ് പാസ്വാന്റെ പാർട്ടിയായി LJP ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അത് NDAയ്ക്കൊപ്പമായിരുന്നു. കഴിഞ്ഞ തവണ നമുക്കറിയാം, പല മണ്ഡലങ്ങളിലും JDU സ്ഥാനാർത്ഥികളുടെ പരാജയം ഉറപ്പാക്കിയിരുന്നത് ചിരാഗ് പാസ്വാന്റെ പാർട്ടിയുടെ അംഗങ്ങളുടെ സ്ഥാനാർത്ഥിത്വമാണ്. അത് ഇത്തവണ ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിതീഷ് ക്ഷീണിതനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തൊക്കെ വളരെ സജീവമായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഗ്രാമമായ കല്യാൺ ബിഗ, അതായത് നിതീഷ് കുമാർ ജനിച്ച കല്യാൺ ബിഗയിൽ ഞാൻ പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട് ഞാൻ സന്ദർശിച്ചിരുന്നു. വർഷത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. വർഷത്തിൽ കൃത്യമായി അദ്ദേഹം 3 ദിവസം അവിടെ എത്തുന്നതായിരിക്കും. അദ്ദേഹത്തിൻ്റെ അച്ഛൻ, അമ്മ, ഭാര്യ എന്നിവരുടെ ഓർമ്മ ദിനങ്ങളിൽ അദ്ദേഹം ഈ കല്യാൺ ബിഗയിൽ എത്തുന്നതാണ്. ഈ വരുന്ന നവംബർ 28-ന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഓർമ്മ ദിനമാണ്. അന്ന് വീണ്ടും നിതീഷ് കുമാർ കല്യാൺ ബിഗയിൽ എത്തും. അവിടുത്തെ ജനങ്ങൾക്കെല്ലാം ഒരു കാര്യം ഉറപ്പാണ്, ഏത് മുന്നണി അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിലൊക്കെ അവർക്കൊക്കെ വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിതീഷ് കുമാർ കാണും എന്നതാണ്, അങ്ങനെയാണ് ബീഹാറിൻ്റെ രാഷ്ട്രീയം എന്നാണ് അവർ പറയുന്നത്. കാരണം ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ല എങ്കിൽ പോലും നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്ക് ലഭിക്കുന്ന സീറ്റുകൾ അത് നിർണായകമാണ്. അത് വെച്ച് അദ്ദേഹം ബാർഗെയിനൊക്കെ ചെയ്ത്, നമുക്കറിയാം ബീഹാർ രാഷ്ട്രീയത്തിൻ്റെ പൾട്ടു റാം എന്ന് അറിയപ്പെടുന്ന, എങ്ങോട്ട് വേണമെങ്കിലും ചായാൻ വേണ്ടിയുള്ള ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു നേതാവാണ് നിതീഷ് കുമാർ. നിതീഷ് കുമാർ ഇന്നലെ വൈകിട്ട് JDU-വിൻ്റെ, അതായത് പട്നയിലെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്, അദ്ദേഹം ഇന്നലെ വൈകിട്ട് JDU-വിൻ്റെ ഈ വാർ റൂം സന്ദർശിച്ചിരുന്നു. വാർ റൂം സന്ദർശിച്ച് അവിടുത്തെ ക്രമീകരണങ്ങളൊക്കെ അദ്ദേഹം വീക്ഷിച്ചിരുന്നു. 101 മണ്ഡലങ്ങളിലാണ് JDU മത്സരിക്കുന്നത്. നിതീഷ് കുമാർ അവിടെ ഈ പാർട്ടി പ്രവർത്തകരുമൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതായി ഇന്ന് പട്നയിലെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ഏതാണ്ട് 50-ലധികം സീറ്റുകൾ JDU-വിന് തന്നെ കിട്ടുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു എന്നാണ് ഇന്ന് ചിരാഗ് പാസ്വാൻ എന്ന ഘടകം അത് ഒഴിവാക്കാൻ കഴിഞ്ഞത്, ഒപ്പം ചേർക്കാൻ കഴിഞ്ഞത് നിതീഷ് കുമാറിന് വലിയ ഊർജം നൽകുന്നു. ഈ ആക്സിസ് ഇന്ത്യ പ്രവചിക്കുന്നത് പോലെ ഏറ്റവും മികച്ച പെർഫോമൻസ് JDU-വിന് കാഴ്ചവെക്കാൻ കഴിയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതാണ് എന്താണല്ലോ ബാലു പറയുന്നത്. ഇപ്പോൾ 101 JDU, 101 BJP എന്ന നിലയിൽ ഈക്വൽ ഡിവിഷനായിരുന്നു, ഒരേപോലെയായിരുന്നു സീറ്റ് വിഭജനമൊക്കെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. അപ്പോഴും ഹിന്ദുത്വ വോട്ട് വലിയ തോതിൽ അനുകൂലമാകുമെന്നൊരു പാറ്റേൺ കൂടി ഈ സ്ഥാനാർത്ഥിഗണത്തിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ BJP-യുടെ പട്ടികയിൽ ഒറ്റ മുസ്ലിം കാൻഡിഡേറ്റ് പോലുമില്ല. അതേസമയം തന്നെ സഖ്യത്തിലാണെങ്കിൽ JDU ഉൾപ്പെടെ 7 മുസ്ലിം കാൻഡിഡേറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നത് അത് BJP മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി തന്നെ വോട്ട് സമാഹരിക്കാൻ കഴിയും. ചിരാഗ് പാസ്വാന്റെ വോട്ട് കട്ടർ എന്ന ഭീഷണിയില്ല. അപ്പോൾ കാര്യങ്ങളെല്ലാം ഭദ്രമാണ് എന്ന നിലയിൽ തന്നെയാണ് നിതീഷ് ആശയവിനിമയം നടത്തുന്നത്. രതീഷ, അക്കാര്യത്തിൽ ഒരു കാര്യം നേരത്തെ ഈ അഭിലാഷ് പറയുന്നുണ്ടായിരുന്നു, ഈ PK ഫാക്ടർ എങ്ങനെ വർക്ക് ചെയ്യും എന്നതായിരുന്നു. ഈ PK ഫാക്ടറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അപ്പർ കാസ്റ്റ് വോട്ട്. കാരണം ഈ പണ്ടൊക്കെ കോൺഗ്രസിൻ്റെ ഒരു കുത്തകയായിരുന്നു ഈ ബീഹാറിലെ ഈ അപ്പർ കാസ്റ്റ് വോട്ട് എന്ന് പറഞ്ഞാൽ. പക്ഷേ 1980-കളുടെ അവസാനത്തോടു കൂടി, അതായത് മണ്ഡൽ കമ്മീഷൻ വന്നതിന് ശേഷം പിന്നീട് ഈ അപ്പർ കാസ്റ്റ് വോട്ട് ഈ BJP-യിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കഴിഞ്ഞ കുറേ കാലമായിട്ട് ആ വോട്ട്, അപ്പർ കാസ്റ്റ് വോട്ട് BJP-യിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഉണ്ടായിരുന്നത്.
പക്ഷേ ഇത്തവണ എല്ലാ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളും പ്രവചിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ പ്രശാന്ത് കിഷോറിന് ഏറ്റവും ചുരുങ്ങിയത് ഒരു 4% വോട്ടെങ്കിലും, അത് വർദ്ധിക്കാം, വളരെ വർദ്ധിക്കാം, അതൊക്കെ എങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലും ഒരു 4% മുതൽ 5% വരെ വോട്ട് ഈ PK ഫാക്ടർ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിക്ക് ലഭിക്കുമെന്ന് ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോൾ സർവേകളും പ്രവചിക്കുന്നുണ്ട്. നമ്മൾ ബീഹാറിലൊക്കെ സഞ്ചരിക്കുമ്പോൾ ഒരുപക്ഷെ മുഖ്യധാര പാർട്ടികൾക്കുള്ളതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയിരുന്ന ഒരു പാർട്ടിയാണ് പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി. വലിയ വ്യാപകമായ പ്രചാരണമൊക്കെ അവർ നടത്തുന്നുണ്ടായിരുന്നു. ഞാൻ ഈ JDUവിന്റെ പ്രചാരണത്തെക്കാൾ ഉപരിയായി അതിനേക്കാളും മുകളിലായി ഈ പ്രശാന്ത് കിഷോറിന്റെ പ്രചരണം, ആ പാർട്ടിയുടെ പ്രചരണം പല മേഖലകളിലും തീർച്ചയായിട്ടും ബാലു, രാഷ്ട്രീയ ജനതാദൾ എന്ന പാർട്ടിയെ കുറിച്ച് കൂടി പറഞ്ഞാൽ RJDയെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ചില സർവേകളെങ്കിലും പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. ലാലു പ്രസാദ് യാദവിന്റെ ഫോട്ടോകൾ വെക്കാൻ കഴിയാത്ത ഒരു തെരഞ്ഞെടുപ്പ് എന്ന് വേണമെങ്കിൽ RJDയെ സംബന്ധിച്ച് പറയാം. കാരണം ജംഗിൾ രാജിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണർന്നാൽ അത് തിരിച്ചടിയാകുമെന്ന് RJD തന്നെയും വിചാരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം ഈ RJD യുവാക്കളുടെ മീശ പിരിച്ചുള്ള റീൽസ് പോലും മറ്റ് സമൂഹങ്ങളുടെ, മറ്റ് OBCകളുടെ ഒരു കൺസോൾട്ടേഷൻ ഇടയാക്കും എന്ന ഒരു സൂചനയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യാഖ്യാനമോ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കാണുകയുണ്ടായി. RJD ഇപ്പോൾ എത്ര ശക്തമായ പാർട്ടിയാണ്? ഈ MY കോമ്പിനേഷനിലെ അപ്പുറത്തേക്ക്, MYക്ക് അപ്പുറത്തേക്ക് ഒരു യൂത്ത് അപ്പീൽ, 35-കാരൻ്റെ യൂത്ത് അപ്പീലുമായി കടന്നു ചെല്ലാൻ കഴിയുന്നുണ്ടോ തേജസ്വിക്ക്? തേജസ്വി യാദവിനെ സംബന്ധിച്ചിടത്തോളം ബീഹാറിന്റെ ഭാവി നേതാവ് എന്നുള്ള കാര്യത്തിൽ വലിയ തർക്കമൊന്നുമില്ല. കാരണം ജനങ്ങളുടെ ഇടയിൽ നല്ല അപ്പീലുണ്ട്. പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ തേജസ്വി യാദവിന് വ്യക്തമായ ഒരു അപ്പീൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഈ അവസാനം നോക്കി വരുമ്പോൾ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ജാതി ഒരു അനിവാര്യമായ ഘടകമാണ്. അതുകൊണ്ട് തന്നെ മറ്റു വിഭാഗത്തിൽപ്പെട്ട യുവാക്കൾ തേജസ്വി യാദവിന് വോട്ട് ചെയ്യുമോ എന്ന കാര്യം ഒരു കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഈ കാസ്റ്റ് ബാരിയർ തേജസ്വി യാദവിന് ഈ തെരഞ്ഞെടുപ്പിൽ മറികടക്കാൻ വേണ്ടി കഴിയുമോ എന്ന കാര്യത്തിൽ വ്യത്യസ്തമായ ഒരു അഭിപ്രായം പല കോണുകളിൽ നിന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം, കാരണം ഈ അപ്പർ കാസ്റ്റ് വോട്ടിനെ സംബന്ധിച്ചിടത്തോളം അത് തേജസ്വി യാദവിലേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ കോൺഗ്രസ് സമാഹരിക്കേണ്ട ഈ അപ്പർ കാസ്റ്റ് വോട്ട് നിലവിൽ കോൺഗ്രസിന് ലഭിക്കാനുള്ള സാധ്യതയില്ല. അത് പ്രശാന്ത് കിഷോർ കൊണ്ടുപോവുകയാണെങ്കിൽ സ്വാഭാവികമായും അതിൻ്റെ നഷ്ടം ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് BJP JDU സഖ്യത്തിനാണ്. അതായത് പ്രശാന്ത് കിഷോർ പിടിക്കുന്ന വോട്ട് അത് ആരുടെ വോട്ടാണ് അദ്ദേഹം പിടിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്തരത്തിൽ ഈ അപ്പർ കാസ്റ്റ് വോട്ട് പ്രശാന്ത് കിഷോറിന്റെ അതിലേക്ക് ഒരു വലിയൊരു ഇറങ്ങിച്ചെല്ലുവാൻ വേണ്ടി കഴിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു വോട്ട് സമാഹരണം അദ്ദേഹത്തിന് നടത്തുവാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് എന്ന് തോന്നുന്നു. നേരത്തെ നമ്മൾ സംസാരിച്ചത് ഈ സർവേയൊക്കെ പ്രൊഡിക്റ്റ് ചെയ്യുന്ന പോലെ ഒരു 2% വ്യത്യാസം ഇരു മുന്നണികളും തമ്മിലുണ്ടാകും. ആ 2% വ്യത്യാസം എന്തോ ഒരു 4% വോട്ട് പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി പിടിക്കുകയാണെങ്കിൽ, ജൻസുരാജ് പാർട്ടി പിടിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ വോട്ട്, അത് ഭരണവിരുദ്ധ വികാരം വിഘടിച്ചു പോകലാണ്. അത് മഹാഗഡ്ബന്ധന് പ്രതിസന്ധിയാകും എന്നാണ്. പക്ഷേ ബാലു നിരീക്ഷിക്കുന്ന വളരെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം അവിടുത്തെ ജാതി പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടാണ്. BJPയുടെയും JDSന്റെയും നിതീഷ് കുമാറിന്റെയും സ്ഥാനാർത്ഥി പട്ടികയിൽ ഹിന്ദു സ്ഥാനാർത്ഥികൾ വലിയ തോതിൽ ഇടം പിടിക്കുമ്പോൾ 7 മുസ്ലിം കാൻഡിഡേറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ അപ്പർ കാസ്റ്റ് വോട്ട് അത് ഒരു പക്ഷേ NDAക്ക് ലഭിക്കേണ്ട വോട്ട്, ആ വോട്ടിൽ ഭിന്നിപ്പുണ്ടായേക്കാം, അത് NDAക്ക് ഒരു പക്ഷേ ദോഷം ചെയ്തേക്കാം എന്നൊരു വിശകലനം കൂടിയാണ് ബാലുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്.